ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. രാഹുവിന്റെ നക്ഷത്രമായ ചോതിയിലൂടെ അല്പനേരം. തുലാം രാശിയിലാണ് 4 പാദങ്ങളും വരുന്നത്. രാശ്യാധിപൻ ശുക്രനാണ്. ധാർമ്മികതയ്ക്ക് മുൻതൂക്കം നൽകുന്നവരായിരിക്കും. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ ബാലൻസ് ചെയ്തു നിൽക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. തുലാം രാശിയുടെ ചിഹ്നം തന്നെ ത്രാസാണല്ലേ. ദേവത വായു, ദേവഗണമാണ്. യോനി പുരുഷൻ, ഭൂതം അഗ്നി, മൃഗം മഹിഷം, പക്ഷി കാകൻ, വൃക്ഷം നീർമരുത്. അക്ഷരം രു, രേ, രോ, കാ എന്നിവയുമാണ്. കർമ്മദോഷം വരുന്നത് ശനിയുടേതാണ്. പൂർവജന്മത്തിൽ ഇവരുടെ കടമകൾ ഇവർ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ശനി കർമ്മയിൽ വരുന്നത്. അപ്പോൾ എന്തു സംഭവിക്കും? 2 ജന്മത്തിലേക്കുള്ള ജോലി ഇവർക്ക് ചെയ്യേണ്ടതായി വരും. ലഗ്ന നക്ഷത്രം ചോതിയായാലും ഇതാണ് സ്ഥിതി. ജീവിതഭാരങ്ങൾ ഇവർക്ക് ചുമക്കേണ്ടി വരുമെന്നതിൽ സംശയമേയില്ല. 4 പാദങ്ങളും തുലാം രാശിയാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ പ്രകാശഗ്രഹമായ ആത്മഫലം തരുന്ന സൂര്യന് ശക്തി കുറയുകയും തമോഗ്രഹമായ ധാർമ്മികത നമ്മെ പഠിപ്പിക്കുന്ന ശനി ഉച്ചനാവുന്നതും ഇവിടെയാണ്. ഇവരുടെ ജീവിതത്തിൽ റിട്ടയർമെന്റ് ലൈഫ് ഇല്ല. ഇന്ന് മനുഷ്യന്റെ ആയുസ് ഏകദേശം ശരാശരി പറയുന്നത് 80 വയസ്സാണെന്ന് വിചാരിക്കുക. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തെ 2 ഘട്ടമാക്കാം. 40 വയസ്സിനുള്ളിൽ, 40 വയസ്സിന് ശേഷം. ഇതിൽ ആദ്യത്തെ 40 വയസ്സ് വളരെ ദുരിതമാണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങൾ സുഖകരമായിരിക്കും. തിരിച്ചും സംഭവിക്കാം. അഹങ്കാരം തീരെ ഇല്ലാത്ത ഒരു നക്ഷത്രമാണ് ചോതി. ഇവരുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ശുക്രൻ രാശ്യാധിപനായതുകൊണ്ട് നന്നായി പാടാനോ പാട്ട് കേൾക്കാനോ സംഗീതം, നൃത്തം എന്നിവയിലുള്ള കഴിവ് ജന്മനാ ഉണ്ടാവും. ഇത് വളർത്തിയെടുത്താൽ നല്ല നിലയിലെത്താനും കഴിയും. അഹങ്കാരം ഒട്ടും ഇല്ലാത്തത് സൂര്യന് ഇവിടെ നീചം സംഭവിക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക്, അത് കുടുംബത്തിനുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലോ ഒരു അടിമയായി അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൽ അതീവ തൽപരരായിരിക്കും. കാരണം ശനിക്ക് ഉച്ചം സംഭവിക്കുന്നത് ഇവിടെയാണ്. മലമുഴക്കി വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കും. അതിന്റെ ദാഹശമനത്തിനായി ചോതി നക്ഷത്രത്തിൽ പെയ്യുന്ന മഴവെള്ളം മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട്. അത്രയ്ക്കും വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ് ചോതി. ധാരാളം ജീവിതത്തിൽ ദുരനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുക. അങ്ങനെ ആവുമ്പോഴല്ലേ ആത്മീയ യാത്ര തുടങ്ങുക. എല്ലാവർക്കും എത്തേണ്ട വഴി ഇതുതന്നെയാണ്. ചോതി നക്ഷത്രക്കാർ കുറച്ചു മുൻപേ നടക്കും എന്ന് മാത്രം. രാഹുവിന്റെ നക്ഷത്രമായതുകൊണ്ട് സർപ്പാരാധനയും ശനിയുടെ കർമ്മദോഷം ഉള്ളതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങളും നൽകുമ്പോൾ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാ ചോതി നക്ഷത്രക്കാർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.